നമസ്കാരം. അതിജീവിതയുടെ റിക്വസ്റ്റ് പ്രകാരമാണ് കോടതി ഒരു വനിതാ ജഡ്ജിനെ വെക്കുന്നത്. ആ വനിതാ ജഡ്ജി അത് പ്രത്യേകിച്ച് ഒരു ഇടതുപക്ഷ ചായവുള്ള ഒരാളാവുമ്പോൾ സ്വാഭാവികമായും എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടായാലും അത് ഞങ്ങൾ ഹാജരാക്കിയിട്ടുള്ള തെളിവുകൾ പരിഗണിക്കുകയും ഈ പ്രതികളെ ശിക്ഷിക്കുകയും ചെയ്യുമെന്നുള്ള ഒരു പ്രതീക്ഷ എല്ലാ കാര്യങ്ങളുള്ളപ്പോൾ തന്നെ നാട്ടിലെ മുഴുവൻ ആളുകളും എന്നോട് പറയുന്നത് ഞങ്ങളെല്ലാവരും ഇത് പ്രതീക്ഷിച്ച, മേഡം മാത്രം ഇത് പ്രതീക്ഷിക്കാതിരുന്നു. എന്താണല്ലേ, ടി ബി മിനി എന്ന വക്കീലാണ് ഈ അതിജീവിത കേസിലെ അതിജീവിതയുടെ പക്ഷത്തുണ്ട ഒരു വക്കീലായിരുന്നു. അവരെന്താണ് പറഞ്ഞു വെച്ചത് എന്ന് അവർക്കെങ്കിലും ബോധ്യമായിട്ടുണ്ടോ എന്നറിയില്ല. ഇനി ഇവർക്ക് കിട്ടിയിരിക്കുന്ന LLBയും നമ്മുടെ ഈ കമ്മ്യൂണിസ്റ്റുകാരൊക്കെ എടുക്കുന്ന ഈ വട അറിയാമല്ലോ, വട വയ്ക്കുന്ന കടയിൽ നിന്ന് വാങ്ങുന്ന വട LLB ആണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെ ചില LLB ഉണ്ട് ഇവിടെ. അത്തരം LLBയും ചാർത്തിക്കൊണ്ട് നടക്കുന്ന കുറേ കമ്മ്യൂണിസ്റ്റുകളുണ്ട്. അവരെന്താണ് പറഞ്ഞു വെച്ചത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഈ വിധി പറയുന്ന ജഡ്ജി ഇടത് അനുഭാവിയാണ്. കുറച്ചുകൂടി വ്യക്തമായിട്ട് പറഞ്ഞാൽ അവരുടെ പിതാവ് മുൻ എറണാകുളത്തെ CPMൻ്റെ ജില്ലാ സെക്രട്ടറി ആയിരുന്ന വ്യക്തിയാണ്. അപ്പോൾ അവരുടെ രാഷ്ട്രീയം മനസ്സിലായല്ലോ. അല്ലാതെ തന്നെ അവർ ഇടത് അനുഭാവി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കൊണ്ട് ഈ വിധിയിൽ അത് പ്രതിഫലിക്കുമെന്നാണത്രേ ഇവർ പ്രതീക്ഷിച്ചിരുന്നത്. ഇവരെന്താ ഉദ്ദേശിക്കുന്നത്? ജഡ്ജിയുടെ രാഷ്ട്രീയം ആ കേസിനെ സ്വാധീനിച്ച് ആ രാഷ്ട്രീയ സ്വാധീനം കൊണ്ട് വിധി മാറ്റി പറയണം എന്നാണോ ഇവർ പറഞ്ഞു വെക്കുന്നത്? ഇതൊക്കെയാണോ സ്വാധീനിക്കേണ്ടത് ഒരു കേസിൽ? അല്ലാതെ തെളിവുകളല്ലേ? അപ്പോൾ ഇവർ ശരിക്കും LLB എടുത്തവർ തന്നെയാണോ? എന്താണ് ഇവരുടെ ആവശ്യം? ഞാൻ വളരെ ലളിതമായിട്ട് എല്ലാവർക്കും മനസ്സിലാവുന്ന ഒരു കാര്യം പറയാം. എൻ്റെ പറമ്പിൽ നിന്ന് കുറേ തേങ്ങ മോഷണം പോയി. അപ്പോൾ എനിക്ക് അയൽപക്കത്തെ വാസുവിനെയാണ് സംശയം. കാരണം ഞാനും പുള്ളിയും കൂടെ നേരത്തെ ഉടക്കിയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ വിശ്വാസം ഇയാളായിരിക്കും ഇത് എടുത്തുകൊണ്ട് പോയത്. അപ്പം ഞാൻ പോലീസ് കേസ് കൊടുത്തു. പോലീസ് കേസ് കൊടുക്കുന്നതിനൊപ്പം തന്നെ ഞാൻ പറഞ്ഞു എനിക്ക് ഇന്ന ആളെ സംശയമുണ്ട്, അയാളായിരിക്കും എന്ന് പറഞ്ഞു. പക്ഷേ പോലീസ് കേസ് അന്വേഷിച്ചപ്പോൾ ഒരു 5-8 വീട് അപ്പുറത്തുള്ള തങ്കപ്പൻ എന്ന് പറഞ്ഞ ഒരാളെയാണ് പിടിച്ചത്. അതും തൊണ്ടിയോടെയാണ് പിടിച്ചത്. അങ്ങനെ പോലീസ് അയാളെ പിടിച്ചു എന്നായപ്പോൾ തങ്കപ്പൻ എന്ത് ചെയ്തു? തങ്കപ്പൻ അറിയാം ഞാനും വാസു തമ്മിൽ ഉടക്കാണ് എന്ന് തങ്കപ്പൻ അറിയാം. തങ്കപ്പൻ അവരോട് പറഞ്ഞു അത് വാസു പറഞ്ഞിട്ടാണ് ഞാൻ ചെയ്തത് എന്ന് പറഞ്ഞു. അങ്ങനെ കേസായി കോടതിയിൽ വന്നു. കോടതിയിൽ വിധി പറയാൻ നേരത്ത് വാസുവിനെ വെറുതെ വിട്ടു, തങ്കപ്പനെ ശിക്ഷിച്ചു. അപ്പോൾ ഞാൻ പറയുകയാണ് തങ്കപ്പൻ പറഞ്ഞല്ലോ അത് വാസു പറഞ്ഞിട്ടാണ് ചെയ്തത്, അപ്പോൾ വാസുവിനെ കൂടെ ഈ കൂടെ ശിക്ഷിച്ചുകൂടെയും ചോദിച്ചപ്പോൾ കോടതി പറഞ്ഞു അതെങ്ങനെയാണ്, തെളിവല്ലേ വേണ്ടത് പറഞ്ഞു. അപ്പോൾ ഞാൻ വീണ്ടും പറയുന്നു തങ്കപ്പനെ ശിക്ഷിച്ചില്ലെങ്കിൽ സാരമില്ല, വാസുവിനെ ശിക്ഷിച്ചുകൂടെ എന്ന് ചോദിക്കുന്നു. കോടതി എന്നെ കണ്ടം വഴി ഓടിക്കുന്നു. ഇതാണ് സംഭവം. ഇവർ ഈ കടന്ന് കരഞ്ഞു പോകുന്ന പോലെ ഇത്തരം കാര്യങ്ങളാണോ പരിഗണിക്കേണ്ടത്? കോടതിക്ക് മുന്നിൽ എന്താണ് വേണ്ടത്? തെളിവാണ് വേണ്ടത്. ഇവർ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഇവരുടെ കേസിലെ അതിജീവിതയുടെ ഒപ്പം തന്നെയാണ്. അതായത് രാഷ്ട്രീയ ചായ്വ് പോലും. ഇനി സ്വാധീനമുണ്ടോ? അതുമുണ്ട്. ഈ പറയുന്ന പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന ദിലീപിനേക്കാൾ സ്വാധീനം ഈ വാദിഭാഗത്തിൻ്റെ കൂടെയാണ്. പണത്തിൻ്റെ കാര്യത്തിലും അതെ. ഈ അതിജീവിതയുടെ കൂട്ടത്തിലുള്ളവർക്ക് പണത്തിന് എന്തെങ്കിലും കുറവുള്ളതാണോ? ഇവരുടെ ഈ കരച്ചിൽ കാണുമ്പോൾ നമുക്ക് തോന്നും ഈ കൂട്ടർ BPLകാരാണെന്ന്. ഒന്നുമല്ലല്ലോ. അപ്പോൾ പണം കൊടുത്താണ് ഈ വിധി സമ്പാദിച്ചത്, സ്വാധീനം കൊണ്ടാണ് എന്ന് ഒക്കെ പറയുന്നത് വെറും തട്ടാമുട്ടി ന്യായങ്ങൾ മാത്രമാണ്. അതൊന്നുമല്ല സത്യമെന്ന് പതുക്കെ ജനങ്ങൾക്ക് മനസ്സിലായി വരുന്നുണ്ട്. ഇവരുടെ പ്രശ്നം എന്താണെന്ന് അറിയാമോ? 7 പേരെയും വെറുതെ വിട്ടാലും കുഴപ്പമില്ലായിരുന്നു. ഒരേ ഒരാളെ ശിക്ഷിക്കണമായിരുന്നു. ഇതാണ് ഇവരുടെ വാശി മൊത്തം. അവൾക്കൊപ്പം എന്ന് പറയുന്നതിനൊപ്പം തന്നെ യഥാർത്ഥത്തിൽ അവൾക്കൊപ്പമല്ല, അവനെതിരെയാണ്. ഇതാണ് ഈ കേസിലെ യഥാർത്ഥത്തിലുള്ളൊരു കാര്യം. നമുക്കറിയാമല്ലോ 6 പേരെ ശിക്ഷിച്ചു. 7-ാം പ്രതി 8-ാം പ്രതിയൊക്കെ വെറുതെ വിട്ടല്ലോ. 8-ാം പ്രതിയെ മാത്രം നമുക്കറിയാം. 7-ാം പ്രതി എത്ര പേർക്കറിയാം? അതാരും പരിഗണിക്കുന്ന പോലുമില്ല. അതൊന്നും അവർക്ക് വിഷയമല്ല. അവർക്ക് 8-ാം പ്രതിയെ ശിക്ഷിക്കണം. 6 വരെയുള്ള പ്രതികളെ ശിക്ഷിച്ചു, 7, 8 ഒക്കെ വെറുതെ വിട്ടു. 7-ാം പ്രതിയെ ആരാണെന്ന് പോലും നോക്കുന്നില്ല. അത് വെറുതെ വിട്ടെങ്കിൽ ആയിക്കോട്ടെ, പക്ഷേ 8-ാം പ്രതിയെ തീർച്ചയായിട്ടും ശിക്ഷിക്കണം. ഇതാണ് ഇവർ ആവശ്യപ്പെട്ടുകൊണ്ടേയിരിക്കുന്നത്. ഇതിലെ ലോജിക്കില്ലായ്മ ഇവർക്കത് മനസ്സിലാവുന്നേയില്ല. ചാനലൊക്കെ വരുന്നിരുന്നുകൊണ്ട് തള്ളി മറിച്ചൊക്കെയാണ്. പിന്നെ ഈ മാധ്യമങ്ങൾ തുടക്കം മുതലേ അവരൊരു അജണ്ട സെറ്റ് ചെയ്തിരുന്നു. അതിനെ തുടർന്നുള്ള കഥകളാണ് പുറമെ അടിച്ച് പറഞ്ഞുകൊണ്ടിരുന്നത്. അത് തിരുത്തി പറയാൻ അവർക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അതിനാൽ അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നു ദിലീപ് രക്ഷപ്പെട്ടു, പക്ഷേ എന്ത് പക്ഷേ കേൾക്കുന്നവർ സംശയമുണ്ടാക്കണം. അതിനാണ് ദിലീപ് രക്ഷപ്പെട്ടു എന്നാലും പക്ഷേ എന്നൊക്കെ ചേർക്കുന്നത്. ഇതൊക്കെ അരിയാഹാരം കഴിക്കുന്നവർക്ക് മനസ്സിലാവും കേട്ടോ. ഞാൻ പറഞ്ഞ ആ കഥ വളരെ ലളിതമായിട്ടുള്ള സംഗതിയാണ്. നമുക്കൊരാളോട് വൈരാഗ്യമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അയാളായിരിക്കും അത് ചെയ്തത് എന്ന രീതിയിലാണ് ഇത് മുന്നോട്ട് പോയത്. അന്വേഷിച്ച് വന്നപ്പോൾ അയാൾക്ക് അതിനായിട്ട് പങ്കില്ല. അപ്പോൾ നമ്മൾ പറയുകയാണ് എന്തായാലും നമ്മളുമായിട്ട് ഉടക്കമുള്ള ആളല്ലേ, അയാളെ കൂടെ ശിക്ഷിച്ചുകൂടായിരുന്നോ എന്ന് പറയുമ്പോൾ കോടതി നമ്മളെ കണ്ട വഴി ഓടിച്ചില്ല എങ്കിലേ അത്ഭുതമുള്ളൂ. പിന്നെ ഇതുപോലുള്ള ആളുകളൊക്കെയാണ് ഇത് വാദിച്ചത്. ഇവിടെ പൾസർ സുനി കൂടി രക്ഷപ്പെട്ടു പോകാത്തത് എന്തോ ഭാഗ്യം. യഥാർത്ഥത്തിൽ
ഇതിൽ നേരിട്ട് ഉൾപ്പെട്ട എല്ലാവരും ശിക്ഷിക്കപ്പെട്ടു. എന്നിട്ടും അതിജീവിതയ്ക്ക് നീതി കിട്ടിയില്ല എന്ന് പറയുമ്പോൾ ഇവർക്കൊക്കെ ഒരൊറ്റ ഉദ്ദേശമേ ഉള്ളായിരുന്നു എന്ന് മനസ്സിലാവുക.